എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ അതിൻ്റെ ലിങ്കായിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്നത്. എഫെസ്യ ലേഖനം 6-ന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവസാനമായി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. അപ്പോൾ ഒരു ക്രിസ്തുവിൽ ജനിക്കുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നവനല്ല ക്രിസ്ത്യാനി, ക്രിസ്തുവിൽ ജനിക്കുന്നവരാണ് ക്രിസ്ത്യാനി. അപ്പോൾ അവൻ ഒരുത്തൻ ക്രിസ്ത്യാനിയാകുന്നത് ചിലപ്പോൾ 65, 80, 85, 95 വയസ്സിലായിരിക്കാം. ഒരു വീണ്ടും ജനനം വരുമ്പോഴാണ് ഒരുത്തൻ ക്രിസ്ത്യാനി ആകുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി ഒരുത്തൻ ക്രിസ്ത്യാനി ആകില്ല. ക്രിസ്തുവിൽ ജനിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അങ്ങനെ ക്രിസ്തുവിൽ ജനിക്കുന്നവന് ഒരായുധമുണ്ട്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവെന്നാണ് പറയുന്നത്. സ്തോത്രം. നമ്മളിപ്പോൾ ഒരു ആയുധം ഇങ്ങനെ കൊണ്ടു കിടന്നാൽ അത് ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പ്രയോജനമില്ല. ആയുധം കയ്യിലുണ്ട്, പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ചണ്ണൻ ചോദിച്ചത്, ഇത് ആ ഒരു വ്യാഖ്യാനിച്ച് തരാതെ കണ്ട് ഇതിൻ്റെ പൊരുളെങ്ങനെ എനിക്ക് മനസ്സിലാകും? എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെന്നേ. കരസ്മാറ്റിക് മൂവ്മെന്റ് വന്നോടുകൂടി എല്ലാവരുടെ കയ്യിലും ബൈബിളായി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പക്ഷേ അത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഇന്നും ജനം വിഗ്രഹത്തെ വിടാത്തത്. പൊരുൾ നീക്കി കൊടുക്കണം, മറ നീക്കി കൊടുക്കണം. ഹല്ലേലൂയ. അതെ, തെറ്റായി വ്യാഖ്യാനിച്ച് ജനത്തിനെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോഴും അന്ധതയിൽ നിൽക്കുന്നത്. ഈ അന്ധകാരം മാറുന്നത് എപ്പോഴാണ്? ഒരുത്തൻ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ്. ഒരുത്തൻ എപ്പോഴാണ് ക്രിസ്തുവിലേക്ക് തിരിയുന്നത്? ദൈവവചനത്തിലേക്ക് ഒരുത്തൻ തിരിയുമ്പോഴാണ് ആ മൂടുപടം മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. താഴോട്ട് വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. അപ്പൊ പിശാചിന് തന്ത്രങ്ങളുണ്ട്. വചനം പറയുന്നത് കൊടിയ തന്ത്രങ്ങളെന്നാണ്. സാധാരണ തന്ത്രമൊന്നുമില്ല. അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. സ്തോത്രം. ഭയങ്കര തന്ത്രശാലിയാണ്. ഭക്തിയുടെ വേഷത്തിൽ തന്നെ വരും. പ്രൈസ് ദി ലോർഡ്. ചിലർ പിശാചിനെ ശാസിക്കുമ്പോൾ അവൻ പറയും, നീ ആരാണ്? ഞാൻ ഗീവറീസാണ്. അപ്പൊ അവൻ ആരുടെ രൂപത്തിലാണ് വന്നത്? ഗീവറീസിന്റെ രൂപത്തിലാണ്. സ്തോത്രം. നീ ആരാണ്? ഞാൻ സെബസ്ത്യാനോസാണ്. ചിലർക്ക് സെബസ്ത്യാനോസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തുള്ളലായിരിക്കും. സ്തോത്രം. അങ്ങനെ തന്നെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, പാവികളായ ഞങ്ങളെ രക്ഷിക്കുവാനായി ജനിച്ച സെബസ്ത്യാനോസ് എന്നാണ്. അപ്പോൾ മഹത്വവും മാനവും ആർക്ക് പോയി? സെബസ്ത്യാനോസിന് പോയി. പാവിയായ എന്നെ രക്ഷിക്കാനായി ജനിച്ചവനാരാ? യേശു ക്രിസ്തുവാണ്. നോക്കിയ വളരെ ഭക്തിയോടെ പാട്ടുപാടി കൊഴിപ്പിച്ചപ്പം മഹത്വവും മാനോ അടിച്ചിട്ട് ആര് പോയി? കർത്താവ് അവിടെ നോക്കിക്കണം, മകനെ ഞാനില്ലടാ നിനക്ക്, സെബസ്ത്യാനോസാണ്. ഓക്കെ. പിശാചിന്റെ കുടിലെ തന്ത്രം ജനം ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അവൻ ആ ഭക്തിയിൽ മുഴുകി അങ്ങനെ ഇരിക്കുമ്പോൾ ജനം വിശ്വസിക്കുന്നത് സെബസ്ത്യാനോസാണ് നമുക്ക് വേണ്ടി മരിച്ചതെന്നാണ്. സെബസ്ത്യാനോസ് അല്ല കണ്ട കുട്ടാ, സെബസ്ത്യാനോസ് അല്ല, കർത്താവായി യേശുവാണ്. സ്തോത്രം. ഈ സെബസ്ത്യാനോസിനും വേണ്ടി കൂടിയാ കർത്താവ് മരിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ തെറ്റ് മനസ്സിലാക്കണമെങ്കിൽ സ്തോത്രം, ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയാം. വചനമാണ് ദൈവത്തിൻ്റെ ശക്തി. അത് ഉള്ളിൽ വരുമ്പോഴാണ് ഈ അന്ധകാരം മാറുന്നത്. അപ്പോൾ പിശാചിൻ്റെ കുടില തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗങ്ങൾ ധരിക്കണം. 1 പത്രോസ് 2:2. വിശുദ്ധ പത്രോസ് എന്താണ്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അപ്പോൾ ഇപ്പോൾ സാധാരണ ജനിക്കുന്ന കുഞ്ഞിന് എന്താ കൊടുക്കുന്നത്? പാല് ഇല്ല, കട്ടിയ ആഹാരമൊന്നും അല്ലല്ലോ, പാലാണ്. അതുപോലെ തന്നെ ആത്മീയ ഗോളത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന പാലാണ് വചനമെന്ന മായമില്ലാത്ത പാൽ.
വ്യക്തമായി നിന്ന് ചിന്തിക്കണം. വചനമെന്ന മായമില്ലാത്ത പാലെന്ന് പറയുമ്പം വചനമെന്ന മായമുള്ള പാലും ഉണ്ട്. സ്തോത്രം. അതും വിളമ്പി തരുന്ന ആരാ? പിശാചാണ്. സ്തോത്രം. വചനമെന്ന മായമുള്ള പാല് ഉണ്ടാക്കരുത് എന്ന് പറയുമ്പം അങ്ങനെ ദൈവം പറയുന്നത് ഒരു രൂപവും ഉണ്ടാക്കരുത്. രൂപമെന്ന് പറയുമ്പം, വിഗ്രഹമെന്ന് പറയുമ്പം അമ്പലത്തിലിരിക്കുന്നതാണ് എന്ത്? രൂപം. ഇവിടെ ഇരിക്കുന്നത് എന്താണ്? സ്വരൂപം. ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്ന എപ്പോഴാ? കാറ്റക്കിസം ക്ലാസ്സിലാണ്, ഇല്ലയോ? അപ്പോ ആ നിഷ്കളങ്കയായ കുഞ്ഞ് വിചാരിക്കുന്ന എന്താണ്? ഇത് സ്വരൂപം, മറ്റത് വിഗ്രഹം. ഇൻ ഇഫക്റ്റ് രണ്ടും ഒന്ന് തന്നെ. മനസ്സിലായോ? കള്ളം കയറിയാൽ പള്ളിയിൽ കയറുമോ അമ്പലത്തിൽ കയറുമോ? അല്ല, കയറിയാൽ അടിച്ചുകൊണ്ട് പോകണം. വിഗ്രഹം ഏതായിരിക്കും? പള്ളിയിൽ നിന്നാണോ അമ്പലത്തിൽ നിന്നാണോ? കാരണം എന്താ? അമ്പലത്തിൽ ഉണ്ടായിരിക്കുന്ന പഞ്ചലോകം കൊണ്ടാണ്. കയറിയ കള്ളൻ ഇതിൻ്റെ വില അറിയാം. മനസ്സിലായ? അവൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തൊടുക. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ അതാണ് അച്ഛന്മാരുടെ ബുദ്ധി എന്ന് പറയണത്. മനസ്സിലായ? ആ അച്ഛൻ്റെ രൂപത്തിലാണ് ആര് വരുന്നത്? പിശാച് വരുന്നത്. അത് സ്വരൂപമാണ്. അപ്പോൾ അമ്പായി ഉമ്മ, അമ്പായി ഉമ്മ, ഇത് പോവുക മനസ്സിൽ. മൂക്കി പഞ്ഞു വെക്കാൻ പ്രായമായാലും അമ്പായി ഉമ്മ പോവുക ഇല്ല. നോക്കി എത്ര കുടില തന്ത്രത്തോടെ അവൻ കയറി വന്നെന്ന് നോക്കി. സ്തോത്രം. ആ കുടിലതന്ത്രത്തെ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ പൊരുൾ നീക്കി, മറ നീക്കി ജനത്തിനെ വചനം പഠിപ്പിക്കുമ്പോഴാണ് ഒരുത്തൻ ആത്മാവിൽ നിറയപ്പെട്ട പിശാചിനോട് പടപൊരുതാൻ കഴിയുന്നത്. സ്തോത്രം. ഒന്ന് നോക്കുകയെ ശരിക്കും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒട്ടുമിക്ക ആചാര അനുഷ്ഠാനങ്ങൾ, സ്തോത്രം, കർത്താവ് പറഞ്ഞതാണോ? അല്ല. കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണോ? അല്ലേ അല്ല. പിന്നെ ഈ അല്ലേ അല്ലാത്ത കാര്യം പിന്നെ എങ്ങനെ ഉണ്ടായി? ആര് പഠിപ്പിച്ചു? ആരിലൂടെ വന്നു? ഏതായാലും ഒരു അൽമായനിലൂടെ വരത്തില്ല. അവൻ അറിയാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആർക്കാ? പുരോഹിതനാണ്. സ്തോത്രം. അപ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഒരുത്തന് വരണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം. അവൻ ക്രിസ്തുവിൽ ജനിക്കണം, വചനത്തിൽ ജനിക്കണം. ഹല്ലേലൂയ. ആ വചനത്തിലുള്ള ജനനമാണ് ഒരുത്തനെ അന്ധകാരത്തിലിരിക്കുന്ന ഒരു വലിയ ഒരു സമൂഹത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം തന്നിരിക്കുന്ന സർവായുധ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധം. അത് ഓരോരോ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള ആയുധങ്ങളും കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ജനിച്ച നവജാത ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിപ്പിൻ. അത് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിപ്പിൻ. സ്തോത്രം. അമ്മ എനിക്ക് വിശക്കുന്ന, മിണ്ടാതിരുന്നാലോ കിട്ടത്തില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പൊ കരയുന്ന കുഞ്ഞിന് പാല്, സ്തോത്രം, അത് നോർമലായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും പാല് കിട്ടും. പക്ഷേ പുഷ്ടി വെക്കുന്നതും ശക്തി വെക്കുന്നതുമായ ഒരു പാലുണ്ട്. അത് വചനം വന്ന മായമില്ലാത്ത പാലാണ്. ചേർന്നല്ലേ പറയാ. അപ്പോൾ നവജാത ശിശുവിന് കൊടുക്കുന്നത് മായമില്ലാത്ത പാലാണ്. ഈ പാല് ദിവസവും കുടിക്കണം. ഈ ആഹാരം ദിവസവും ഭക്ഷിക്കണം. ഒരു ക്രിസ്തീയ ജീവിതം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് നയിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്.
ഹല്ലേലൂയ. ആ വചനം രാപകൽ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. 4-ാമത്തെ പോയിന്റ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദിനവും തോറും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവൻ നമ്മൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊണ്ട്, അടുത്തിരിക്കുന്നവൻ്റെ മേലല്ല. സ്തോത്രം. യേശുവിൻ്റെ മേൽ ചുമട് താങ്ങി യേശു ക്രിസ്തുവാണ്. നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ വഴിയരികൾ ചുമട് താങ്ങി, ഇപ്പം ഇവിടെ കാണാറില്ല. ഇതൊക്കെ കാണണമെങ്കിൽ ആ തമിഴ്നാട് ഭാഗത്തേക്ക് ചെല്ലണം. പാറശാല, നേരങ്കര, ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ സൈഡിൽ ഇങ്ങനെ ചുമട് താങ്ങിയുണ്ട്. നടന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ക്ഷീയുമ്പോൾ നമ്മൾ തോളത്ത് ചുമടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഒന്ന് ആശ്വസിച്ച് പിന്നെ എടുത്തുകൊണ്ട് നടക്കും. അതേപോലുള്ളൊരു ചുമട് താങ്ങിയാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. അടുത്തു വാ. കർത്താവ് പറഞ്ഞ എല്ലാവരും അവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് വരാമെന്നല്ല പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ. സ്തോത്രം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നില്ലാണ് അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇടിച്ചു മാറ്റി അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവൻ്റെ അടുത്തേക്ക് കടന്നില്ല. കർത്താവിൻ്റെ വചനം പറയുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് ഇല്ല, അവൻ നമ്മുടെ അടുത്തേക്ക് വരുമെന്നാണ്. വിളിക്കുക, അടുത്ത് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. അവൻ നമുക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നമുക്ക് വഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നടന്ന് നമ്മൾ വെറുതെ ക്ഷീണിക്കേണ്ട കാര്യമില്ല, നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ കൂടുതലായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുള്ളപ്പോൾ, സ്തോത്രം, നമ്മൾ പ്രയാസപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി പ്രയാസപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? 1 ഇഞ്ചോളം വലിച്ചു കിട്ടാൻ പറ്റുമോ? സ്തോത്രം. ചിലർ ആവശ്യമില്ലാതെ രോഗികളാകുകയാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞാൽ അതിങ്ങോട്ട്, അയ്യോ കർത്താവ് നിൻ്റെ കൈ തന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അത് ഞാൻ തന്നെ എടുത്താലേ ശരിയാകത്തുള്ളൂ. കർത്താവിന് പോലും ശരിയാക്കാൻ പറ്റാത്ത പ്രശ്നം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഭാരവും താങ്ങി നടക്കേണ്ട കാര്യമില്ല. സ്തോത്രം. നമ്മൾ പ്രയാസപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ട് പോണത്. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ എപ്പോഴേ നമ്മളെയൊക്കെ കുഴി വെക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ? സ്തോത്രം. പിന്നെ ശരീരത്തിൻ്റെ ഇത്തിരി പ്രയാസവും കാര്യങ്ങളൊക്കെ, ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. അത് പിന്നെ മണ്ണിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അത് നമുക്കൊരു ബോണസായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. അതും ഉണ്ടേന്ന് പറഞ്ഞ് വേദനപ്പെട്ടവർ. സ്തോത്രം. മുറിവേറ്റുകൊണ്ട് മുറി ഉണക്കുന്ന വൈദ്യൻ്റെ മക്കളാണ് നമ്മളൊക്കെ, ഇല്ലല്ലേ? അവൻ ദൈവമായിരുന്നിട്ട് നമുക്ക് വേണ്ടി സകല കഷ്ടം സഹിച്ച്. നമ്മുടെ കർത്താവ് അടി വാങ്ങിച്ചിട്ടുള്ളതും അത്രയും അടി നമ്മൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്? ഒരടി പോലും വാങ്ങിച്ചിട്ടില്ല. സ്തോത്രം. അതിൻ്റെ അടുത്ത് വരും പൗലോസ്. കർത്താവ് കഴിഞ്ഞാൽ ഈ കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആര്? വിശുദ്ധ പൗലോസ്. സ്തോത്രം. അപ്പോൾ സകല ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? യേശുവിൻ്റെ നാമത്തിലാണ്. സ്തോത്രം. വേറെ ഒരൊറ്റ വ്യക്തിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വചനത്തിൽ പ്രമാണമില്ല. വേറെ ആരുടെയും നാമം വിളിച്ചപേക്ഷിക്കാൻ വചനം പറയുന്നില്ല. സ്തോത്രം. വേറെ ആരെങ്കിലും വിശ്വസിക്കാൻ വചനം പറയുന്നില്ല. വിശ്വാസം ദൈവത്തിൽ മാത്രം. സ്തോത്രം. ഇപ്പോൾ റീത്ത ആൻറ്റി എൻ്റെ സഹോദരിയാണെന്ന് എനിക്കറിയാം. സ്തോത്രം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്.
ആൻറ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി ആൻറ്റിയും പ്രാർത്ഥിക്കും. മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ. സ്തോത്രം. മരിച്ചതിന് ശേഷം വിശുദ്ധരോട് പ്രാർത്ഥിക്കാൻ വചനം ഇല്ല. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ പ്രമാണവും മനുഷ്യൻ്റെ പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം. യേശുവിൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല, നിങ്ങളെല്ലാവരും ഓടി എൻ്റെ അടുത്ത് വരുവേ. അമ്മ പറഞ്ഞത് ഓടിയില്ലേ അവൻ്റെ അടുത്ത് പോകാനാ പറഞ്ഞ. പക്ഷെ ജനം സമ്മതിക്കുക. അങ്ങനെ പറഞ്ഞാൽ പറ്റുക? ഇപ്പം നമ്മൾ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ആരെടുത്ത് പോവും? അമ്മയുടെ അടുത്ത് പോവും. ആ അമ്മ ആരെടുത്ത് പോവും? അപ്പൻ്റെ അടുത്ത് പോവും. എന്നിട്ട് എന്ത് പറയും? ദേ മനുഷ്യ, ഇത് ഞാൻ നമ്മുടെ കുഞ്ഞിനൊരു ആവശ്യം, അത് കുടുംബത്തിൽ പറഞ്ഞാൽ മതി. ജൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥനും ഇല്ല. ഹല്ലേലൂയ. ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. മനുഷ്യരായ ഒരു മധ്യസ്ഥനില്ല. പക്ഷെ ഒരു മധ്യസ്ഥനുണ്ട്, അതിൻ്റെ കർത്താവായ യേശുവാണ്. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് വിടുതൽ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നിൽക്കേ, ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞേ? യേശുവിൻ്റെ നാമത്തിൽ, ഇല്ലേ? പിന്നെ ഈ മരിച്ചുപോയവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ആരാ പഠിപ്പിച്ചേ? അപ്പൊ പുരോഹിതനിലൂടെ ആരാ ഇത് പറഞ്ഞു കൊടുത്തേ? പിശാച്. സ്തോത്രം. ഈ പുരോഹിതന്മാർ പിശാചെന്നല്ല, ഒരൊറ്റ പുരോഹിതനും പിശാചല്ല. അവരിലൂടെ ചില പഠിപ്പിക്കൽ, വചനവിരുദ്ധമായിട്ടുള്ള ചില പഠിപ്പിക്കൽ ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പിശാച് പാമ്പിൻ്റെ രൂപത്തിലാണ് വന്നത്. പാമ്പ് പിശാചല്ല, അവൻ്റെ രൂപത്തിൽ വന്നതാണ്. അതുപോലെ സ്തോത്രം, കർത്താവ് പത്രോസിനെ പറഞ്ഞെന്താ? സാത്താനെ നീ. അപ്പോൾ പത്രോസ് സാത്താനാണ്? അല്ല, പത്രോസിലൂടെ സംസാരിച്ച ആ വ്യക്തിയാണ് കർത്താവ് ശാസിച്ചത്. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് എൻ്റെ പിതാവിനോട് ചോദിക്കണം. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് ആര് പറയാൻ മറന്നുപോയി? കർത്താവ് പറയാൻ മറന്നുപോയി. അപ്പൊ കർത്താവ് പറയാൻ മറന്നുപോയ കാര്യം ആര് ഓർപ്പിക്കണം? പുരോഹിതൻ. എന്റെ കേൾക്കുന്ന പൊന്നച്ച, വചനം വചനമായിട്ട് തന്നെ പഠിപ്പിക്കും. സ്തോത്ര. കർത്താവും പറഞ്ഞത് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കാനാണ്. കാനായിലെ കല്യാണത്തിൽ മാതാവ് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോ. കാരണം അവിടെ ഇരിക്കുന്നത് ദൈവമാണെന്ന് ആർക്കറിയാം? അമ്മയ്ക്ക് സത്യം അറിയുന്നേ. അമ്മ ഒരിക്കലും പുത്രനെ കവിഞ്ഞു പോകത്തില്ല. കാരണം ഈ അമ്മയും പറഞ്ഞത്, ഞാൻ എൻ്റെ രക്ഷകനിൽ. അപ്പോൾ ഈ മാതാവിനെ കൂടെ രക്ഷിക്കാൻ ആരാ വന്നേ? ഈ പുത്രനാ വന്നേ. അമ്മയ്ക്ക് യേശു ദൈവമാണെന്നറിയാം. അതുകൊണ്ടാണ് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ഒരുത്തനെ കാനായിലെ കല്യാണത്തിൽ അമ്മ ചൂണ്ടിക്കാണിച്ചത്. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനാ പറഞ്ഞു. അവൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുക. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്തോ, അത്ഭുതമാണെന്നാ പറഞ്ഞേ. നിനക്ക് മുമ്പിൽ എന്താണോ തടസ്സമായി നിൽക്കുന്നത്, നിന്റെ വിടുതലിന് തടസ്സമായിട്ട് എന്താണോ നിൽക്കുന്നത്, ആ തടസ്സം മാറ്റിത്തരാൻ ഇവൻ മതിയായവനാണ്. അവൻ പറയുന്ന വചനം നീ ഏറ്റെടുത്ത് അനുസരിച്ചാൽ വിടുതൽ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതും എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനല്ല, അവൻ്റെ നാമത്തിൽ അവനെ വിളിച്ചപേക്ഷിക്കാനാണ് പറഞ്ഞത്. യേശു പറഞ്ഞതും എൻ്റെ നാമത്തിൽ ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാർ പറഞ്ഞതും അവൻ്റെ നാമത്തിൽ ചോദിക്കാനാണ്.
ഹല്ലേലൂയ. അപ്പോൾ അവൻ നമുക്കായി കരുതുന്നു. നമ്മുടെ സകല ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവനാണ് അനുഗ്രഹം. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ടുള്ള 4-ാമത്തെ പോയിൻ്റാണ്. അതിൽ 2 വചനങ്ങളൂടെയുണ്ട്. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് സമീപസ്ഥനായിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. ഉത്കണ്ഠപ്പെടാതെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. ഇപ്പോൾ നമ്മളൊരു വിഷയം മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്തിട്ട് വേണം. ഹല്ലേലൂയ. അവിടെയാണ് വിടുതൽ. അവിടെയാണ് വിടുതൽ. സ്തോത്രം. അവിടെയാണ് വിശ്വാസം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവനത് നടത്തിത്തരും. കരയുന്ന കാക്കക്കുഞ്ഞിന് പോലും ആഹാരം കൊടുക്കുന്ന ഒരു അപ്പൻ്റെ മക്കളാണ് നമ്മൾ, ഇല്ലേ? അങ്ങനെയെങ്കിൽ അവൻ്റെ മക്കളായ നമ്മൾ എത്രയോ അധികം. അവൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മളെ നയിക്കാനായിട്ട് ദൈവം കൂടെയുണ്ട്. ഒരു വചനം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും തുടരും. കണ്ണുകളെ അടക്കാം. സ്തോത്രം, 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 സ്തോത്രം. അപ്പാ, നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം അതിൻ്റേതായ ആഴത്തിലും നിറവിലും ജീവിച്ച് തീർക്കുവാൻ നിൻ്റെ വചനമാകുന്ന മന്ന തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. അന്ധകാരത്തിൽ കിടന്ന ഞങ്ങളെ, വ്യർത്ഥമായ അധര ജൽപ്പനത്തിൽ കിടന്ന ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കുവാൻ, ജീവിപ്പിക്കുന്ന വചനത്തെ ലജ്ജ കൂടാതെ ദേശത്തിന് കൊടുക്കുവാൻ, കുടുംബമായി സഭയായി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. തുടർന്നും നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണം. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് കരം പിടിച്ചു വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിയെന്നാലും, എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും
വാക്കുമാ